അങ്ങനെ കല്യാണ പെണ്ണികളെ പങ്കെടുക്കാൻ വേണ്ടി നമ്മ വീട്ടിലെത്തേക്കിനേട്ട് അവിടെ കുട്ടിപ്പട്ടാളങ്ങളുള്ളതുകൊണ്ട് തന്നെ മിഠായിക്ക് ആയിട്ടാണ് നമ്മ ചെന്നത്. പിന്നെ കൂടെ ഞങ്ങൾക്കും കൂടെ വാങ്ങിച്ചായിരുന്നേ. ഒന്ന് ചിരിച്ചു കാണിക്കും ആമിക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആമിക്കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മ വീണ്ടുള്ളോട്ട് കയറുന്ന പാടെ തന്നെ മിഠായും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് തീറ്റ തുടങ്ങിയിട്ടാ. കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് അനുവാണ്ട. അതിന്റെ ഒരു അഹങ്കാരം ആക്കില്ല. കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്, അതേപോലെ ബുദ്ധിയും. ചേട്ടനും അനിയനും കൂടെ ഈ 2 പെൺമക്കളാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ 2 ആൾക്കാരും 6 മാസം ഡിഫറൻസ് വീതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞിലേക്ക് ഒരുമിച്ച് നിൽക്കാൻ വരുമ്പോഴത്തേക്ക് നല്ല രസമായിരുന്നേ. ഞാനും അനുവാണ് കൂടുതൽ ഇടിപിടിച്ചെങ്കിലും ആഷ്ണ അഞ്ജൂസും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നിട്ടാ. അവര് തമ്മിൽ തല്ലുപിടിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ സ്വന്തം നീതിയുടെ കല്യാണം വരെ എത്തി നിൽക്കണേണ്. അഞ്ജൂസിനെ പോലെ തന്നെ ഉണ്ട് എനിക്ക് ആഷ്ണയും. ഞാൻ എടുത്തിടന്ന കുട്ടിയാണ് ഇവളും. അങ്ങനെ ഇപ്പൊ കല്യാണപ്രായമായി. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അഞ്ജൂസ് കൂടെയില്ല. അതാണ് എല്ലാവർക്കും ഏറ്റവും വിഷമം. അങ്ങനെ ആഷ്ണയുടെ കല്യാണ പങ്ക് നമ്മ കൊടുത്തിട്ടാ. കല്യാണം പ്രമാണിച്ച് വീടിന്റെ പെയിന്റ് അടിയൊക്കെ നേരത്തെ കഴിഞ്ഞേ. ഇനി കല്യാണം വിളിക്കാനുള്ള തിരക്കാണ്ടാ. പിന്നെ കാർഡൊക്കെ നമുക്ക് നേരത്തെ അടിച്ചു കിട്ടിയായിരുന്നേ. ഡിസംബർ 20th നമ്മുടെ എൻഗേജ്മെന്റ്. അപ്പൊ എന്നെ അറിയാവുന്ന കമ്പനിക്കാരൊക്കെ നേരെ വന്നേക്കട്ടെ. എനിക്ക് എന്റെ അപ്പന്റെ പോലെ തന്നെ ഏട്ടാ വില്ലിപ്പിച്ച്. ഇവര് ചേട്ടനനിയന്മാര് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്ടാ. ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഡൗൺ ആയിട്ട് അപ്പനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സിറ്റുവേഷനിൽ ഞങ്ങളെ 2 ആളെ നോക്കിയതും അപ്പന്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് വില്ലിപ്പിച്ചാണ്ടാ. ആ ടൈമിൽ ഞങ്ങൾക്ക് ഒരു കുറവ് പോലും വില്ലിപ്പിച്ചും വരുത്തിയിട്ടില്ലട്ടാ. എനിക്കറിയില്ല ഇപ്പത്തെ കാലത്ത് ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും നമ്മുടെ വീടല്ലാണ്ട് വേറൊരാളുടെ വീട്ടില് ഇത്രയും സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്കിത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ആ കാര്യത്തിൽ ഇവര് ചേട്ടനനിയന്മാര് അടിപൊളിയാണ്. കണ്ണ് കെട്ടാണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.